നമ്മുടെ തിരുവനന്തപുരത്ത് ജോയി എന്ന കരാർ തൊഴിലാളി മാലിന്യത്തിൽ മുങ്ങി മരിച്ച ആമയിഴഞ്ചാൻ തോട്. അന്നത് വലിയ ചർച്ചയായതോടെ തോട് വൃത്തിയാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ തോടിനെ തോടായി അന്ന് കുറച്ചു കാലം നമ്മൾ കണ്ടു. പിന്നീട് എന്തെല്ലാം പുകിലായിരുന്നു, എന്തെല്ലാം ആയിരുന്നു. നമ്മളെല്ലാം അതിനെ വല്ലാതെ അഭിനന്ദിച്ചതുമാണ്. എന്നാൽ ഇപ്പോൾ ആ ആമയിഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം, ഒന്ന് കണ്ടിട്ട് വരാം. കോർപ്പറേഷൻ മേയറും ഒക്കെ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒപ്പം റെയിൽവേയുടെ അധികാരികളും കണ്ടുവരാം. ഈ ദൃശ്യങ്ങൾ അന്ന് ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളല്ല, ഞങ്ങൾ ഇന്നലെ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഗണപതി ക്ഷേത്രത്തിന് സമീപം തോടിന്റെ ഒഴുക്ക് നിലച്ചതാണ് മാലിന്യങ്ങൾ മാസങ്ങളായി കുന്നുകൂടിയതിന്റെ കാരണം. ആരും അറിഞ്ഞിട്ടില്ല. തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളിലെ പ്രതിനിധാനം ചെയ്യുന്നവരും കോർപ്പറേഷന്റെ ചുമതലയുള്ളവരും റെയിൽവേയുടെ ചുമതലയുള്ളവരും ആമയിഴഞ്ചാൻ കൂടിൽ മാലിന്യം ഇങ്ങനെ കൂമ്പാരമാകുന്നത് കണ്ട ഭാവമേ ഇല്ല. തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന ആമയിഴഞ്ചാൻ വൃത്തിയാക്കുന്നതിനെ ചൊല്ലിയുള്ള വിവിധ വകുപ്പുകളുടെ തർക്കമാണ് തോടിന്റെ അവസ്ഥ ഈ ഗതിയിലാക്കാൻ കാരണം. തങ്ങളല്ലെന്ന് റെയിൽവേ, തങ്ങളുടെ തോടല്ലെന്ന് നഗരസഭ. മാലിന്യമുള്ളത് തിരുവനന്തപുരംകാരും, മാലിന്യം നീക്കേണ്ടത് നഗരസഭയാണെന്ന് ഇറിഗേഷൻ വകുപ്പ്. പരസ്പരം വകുപ്പുകൾ ഇങ്ങനെ പഴിചാരുമ്പോൾ ദുരിതത്തിലാവുന്നത് പൊതുജനമാണ്. ജോയിയുടെ രക്തസാക്ഷിത്വം കൊണ്ടും നാട് നന്നാവൂല എന്നാണ് മനസ്സിലാവുന്നത്. ടി വി പ്രസാദും അരുൺ സോളമനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ടി വി പ്രസാദിലേക്ക് പോകുന്നു. ടി വി പ്രസാദ്, ഇതെന്താ നമ്മൾ പറയുക എന്ന് പോലും അറിയില്ല. ജോയിയുടെ രക്തസാക്ഷിത്വം ആ നഗരസഭ എന്തെങ്കിലും പഠിപ്പിക്കുമെന്ന് കരുതി, റെയിൽവേ എന്തെങ്കിലും പഠിപ്പിക്കുമെന്ന് കരുതി അന്നൊക്കെ വന്ന് വലിയ വലിയ വാഗ്ധോരണികളാണ് നൽകിപ്പോയത്, വാഗ്ദാനങ്ങളാണ് നമ്മൾ കേട്ടത്. എല്ലാം പാഴ്വാക്കായല്ലേ, ആ മാലിന്യ കൂമ്പാരം പോലെ. ജോയി വീണ സ്ഥലം അതുപോലെ തന്നെ കിടക്കുകയാണ് എന്നുള്ളതാണ് അരുൺ. നമ്മൾ രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്. ഞാനും അരുൺ സോളമനുമുണ്ട്. ക്യാമറാമാൻ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുമാരായ വിഷ്ണു എമ്മരും വിഷ്ണു പ്രസാദും ഇവിടെയുണ്ട്. രണ്ടുപേരുടെയും ക്യാമറയിൽ നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. അതിലൊരു ഭാഗത്താണ് ജോയി എന്ന് വീണ സ്ഥലം. ജോയി അന്ന് വീഴുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ മാലിന്യം, അതിലേറെ മാലിന്യ കൂമ്പാരമാണ് ഇപ്പോൾ ഇവിടം എന്നതാണ്. ഈ മാലിന്യം വന്ന് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം അത് റെയിൽവേയുടേതാണ്. പക്ഷേ മാലിന്യം വരുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നഗരവാസികൾ ഉപയോഗിച്ച് ബാക്കി വന്നതോ മറ്റുമോ ആയതെല്ലാം ഈ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് വന്ന് ഇവിടെ അടിയുകയാണ്. പക്ഷെ ഒരു കാര്യമുള്ളത് അരുൺ, ജോയിയുടെ മരണത്തിന് ശേഷം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 9 കിലോമീറ്റർ നീളത്തിലുള്ള ഈ തോടിൻ്റെ വലിയൊരു ഭാഗവും നന്നായി അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ, അതായത് ഈ ജോയി വീണ് മരിച്ച ഈ സ്ഥലം ഇപ്പോഴും അതുപോലെ കിടക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കോർപ്പറേഷനെ കുറ്റപ്പെടുത്തണം, റെയിൽവേയെ കുറ്റപ്പെടുത്തണം. പക്ഷേ അതിലുമേറെ നമുക്ക് കുറ്റപ്പെടുത്തേണ്ടത് അരുൺ, ഈ വേസ്റ്റ് ഈ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യരെയാണ്. ഒരുപാട് CCTV ക്യാമറകൾ സ്ഥാപിച്ചു, ഒരുപാട് ഫെൻസിങ് വെച്ചു. പക്ഷെ എന്നിട്ടും പ്ലാസ്റ്റിക്കുകളും വീട്ടിലുപയോഗിച്ച് ബാക്കി വന്നതും വസ്ത്രങ്ങളും എല്ലാം ഈ തോട്ടിലേക്ക് വലിച്ചെറിയുന്നു എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാഴ്ച. 20 വർഷമായി ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ വെച്ച് ഉപജീവനം നടത്തുന്ന സഫർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇതിന്റെ അവസ്ഥ? ഞാൻ ഓട്ടോ ഡ്രൈവറോട് ചോദിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമുക്കൊപ്പം ഡെപ്യൂട്ടി മേയറുണ്ട്, ശ്രീ രാജു. നമസ്കാരം ശ്രീ പി. രാജു, ഗുഡ് മോർണിംഗ്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ അന്ന് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ഒന്നും നടന്നില്ലെന്ന് തോന്നുന്നു. ഇതാ ഇപ്പോഴും അതേ ദൃശ്യങ്ങളാണ്. സാറേ എന്താ അങ്ങ് പറയൂ, എന്താണ് നടക്കാത്തതെന്ന് പറഞ്ഞു തരണം. ഇപ്പൊ എന്താ അവിടെ ഈ കാഴ്ച? എവിടെയാണ്? ഞാൻ ആമയിഴഞ്ചാൻ തോട്ടില് ജോയി മരിച്ച സ്ഥലത്ത് അതേപടി മാലിന്യം അടിഞ്ഞിരിക്കുന്നു. കേക്കൂ, അങ്ങയുടെ റിപ്പോർട്ടെല്ലാം നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ശാശ്വത പരിഹാരം കാണാൻ 100% ശ്രമിച്ചതാണ്. ജനങ്ങൾ സഹകരിക്കാത്തതുകൊണ്ടാണ്. അങ്ങക്കറിയാവോ? അങ്ങ് അറിഞ്ഞിരിക്കാനാണ്. മണ്ണന്തല തുടങ്ങി ഉള്ളൂർ തോട്, ആമയിഴഞ്ചാൻ തോട്, കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ, ഗവിരീശപട്ടം, തൈക്കൂട്ടം, കണ്ണമ്പുല. ആദ്യത്തെ വാർത്ത മഴ വരുമ്പോൾ വരുന്നത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ വെള്ളത്തിൽ മുങ്ങി. അങ്ങ് അറിയാമല്ലോ, ഗവിരീശോട്ടം വെള്ളത്തിൽ മുങ്ങി. അങ്ങനെ ഒരു വാർത്ത അങ്ങ് കേട്ടോ? ഞങ്ങൾ അതിന്റെ പുറകെ നിന്നു, ജനപ്രതിനിധികൾ അതിന്റെ പുറകെ നിന്ന് തോട് വൃത്തിയാക്കി മാലിന്യം വലിച്ചെറിയരുതെന്ന് പറഞ്ഞു. ജനങ്ങളത് അനുസരിച്ചു. ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും അങ്ങ് കയറിയതായിട്ട് ഈ 2 മഴയ്ക്കും കഴിഞ്ഞോ? സ്ഥലങ്ങളിൽ ജനങ്ങൾ കട്ടിലെടുത്തെറിഞ്ഞു സാർ. പഴയ കട്ടില്, തൊട്ടില്, ബാഗ്, ഗൾഫിൽ നിന്ന് വന്ന ബാഗുകളും എല്ലാ വീട്ടിലെ മരങ്ങൾ
മരങ്ങൾ മുറിച്ചിട്ട് വലിച്ചെറിയുന്നു. ഉം. ജനങ്ങളോട് സഹകരിച്ചാലേ അങ്ങ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ 100% മേയറും ജില്ലയിലെ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ശ്രീ അഡ്വക്കേറ്റ് GR അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി, ആന്റണി രാജു, പ്രശാന്ത് MLA, മേയർ, ഞാൻ, പിന്നെ അനുബന്ധ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഞങ്ങൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം കഴിഞ്ഞ തവണയും വളരെ 100% വിജയിച്ചില്ലെങ്കിലും 80% വിജയിച്ചു. അതിനുശേഷം തോട് വൃത്തിയാക്കിയതിനു ശേഷം അങ്ങ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ശ്രീ ജോയിയുടെ മരണത്തിന് ശേഷം വളരെ കണ്ണീരായി കിടന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നത്. ആരാ വലിച്ചെറിയുന്നത്? സാമൂഹ്യ വിരുദ്ധന്മാർ ഇപ്പോഴും അത് തുടരുന്നു. പെറ്റി അടയ്ക്കാൻ പോയാൽ അത് സമരം. ആ കോർപ്പറേഷൻ്റെ മുന്നിൽ 53 ദിവസം മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്നറിയാം? ദുഷ്ടശക്തികൾ. നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങ് റിപ്പോർട്ടിൽ കൂടെ കാണുന്നത്, ആ റിപ്പോർട്ട് ചാനലിൽ ഞാനിപ്പോൾ ഓഫീസിൽ പോയിട്ട് കണ്ട് മേയറുമായിട്ട് സംസാരിച്ച് എവിടെയെങ്കിലും അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കും, ഉറപ്പായിട്ട് പരിഹരിക്കും. അല്ല, ഒരു നിമിഷം ശ്രീ രാജു, ഞാനത് സമ്മതിച്ചു. ഞാൻ ഏതെങ്കിലും തരത്തിൽ മാലിന്യ നീക്കത്തിൽ വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയല്ല. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മാലിന്യം വന്ന് അടിയാനുള്ളൊരു സാഹചര്യം, അതങ്ങ് പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹകരണം ഇല്ലാത്തതാണെന്ന് സമ്മതിച്ചാൽ പോലും അത് കൃത്യസമയത്ത് അവിടെ നിന്ന് നീക്കം ചെയ്യാനും ഇങ്ങനെ വലിച്ചെറിയാതിരിക്കുന്നതിനുള്ള ഫൈൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതിൻ്റെയും ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കണ്ണൊന്ന് അടച്ചാൽ ഇവരിത് ചെയ്യും. പക്ഷേ നമ്മൾ കണ്ണടച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങ് വീടിന്റെ ഫ്രിഡ്ജ് എടുത്ത് എറിയുന്ന ആരെങ്കിലും ലോകത്തുണ്ടാവോ? ഏതെങ്കിലും രാജ്യത്ത് ചെയ്യുന്നതാണോ? വീട്ടിലെ 4 ഫ്രിഡ്ജ് വന്നടിഞ്ഞു ഈ മഴയത്ത്. ഈ മഴയത്ത് ഞാൻ പിന്നെ റിപ്പോർട്ട് ചാനലിലെ നിങ്ങളൊക്കെ ചാനലുകാരെ വിളിച്ച് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കട്ടില് പഴയ കട്ടില് ആർക്കെങ്കിലും തീയരിക്കാൻ അവർക്ക് കൊടുത്താൽ പോരെ? ഫ്രിഡ്ജ് എടുത്ത് എറിയുന്നതിനെക്കാട്ടി ആർക്കെങ്കിലും ആക്രിക്കാർക്ക് കൊടുത്താൽ ചെയ്യും. എടുത്തെറിയ മഴ കാത്തിരിക്കുകയാണ്. മഴ വരുമ്പോൾ പാണ്ഡമെടുത്തത് തോട്ടിലെറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളോട് എല്ലാവരുമല്ല, 70% ജനങ്ങൾ ഇത് പഠിച്ചു. പ്ലാസ്റ്റിക് വിമുക്ത കേരളം എന്ന് പറഞ്ഞു. നമ്മൾ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പ്ലാസ്റ്റിക് പാടെ ഒഴിവാക്കി, വെട്ടുകാട് അമ്പലത്തിൽ ഒഴിവാക്കി, പിന്നെ ഭീമാവള്ളി ഉറുദു അവിടുത്തെ ഉത്സവത്തിൽ ഒഴിവാക്കി, അനുബന്ധ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒഴിവാക്കി. ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. അല്ല, എൻ്റെ ഒരു സംശയം, ഇപ്പൊ ജനങ്ങൾ ഒരു വിഭാഗം ജനങ്ങളായിരിക്കുമല്ലോ സഹകരിക്കാത്ത ജനങ്ങളെ നമുക്ക് അതേപടി വിടാൻ പറ്റൂ? ഉദാഹരണത്തിന് ക്രിമിനലുകൾ സഹകരിക്കുന്നില്ല എന്ന് പോലീസ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം. കർശനമായ നടപടി സ്വീകരിച്ചു വരികയാണ്. സ്വീകരിച്ചു വന്നപ്പോഴാണ് അങ്ങ് 53 ദിവസം ഈ കോർപ്പറേഷന്റെ അംഗീകാരമില്ലാത്ത ഒരു വ്യക്തി 10-100 പേരെ കൂട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച കഥകളും അതിനെ പിന്നെയാണ് ഇവര് മാലിന്യം മാഫിയകളാണെന്ന് അറിയുന്നത് പിന്നെയാണ്. കോടതി ശാസിച്ചപ്പോഴാണ് പൊളിച്ചു മാറ്റിയത്. എല്ലാവരും അവരെ കൂടെ നിന്നവരുമുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒന്നിച്ചു നിന്ന് നഗരത്തിലെ അമേരിക്കൻ തോടിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പൊ കാണുന്ന നമ്മൾ ലൈവ് വിഷ്വൽസ്. തീർച്ചയായിട്ടും അങ്ങനെ അങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആരാധ്യായ മേയർ ഈ വിഷയങ്ങളെല്ലാം വളരെ കർശനമായി ഒരു വിട്ടുവീഴ്ച ചെയ്യാത്തവരാണ്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാത്തവരാണ് ചിലർ പറയുന്നത് അവരൊപ്പം നീങ്ങാത്തതുകൊണ്ട്. മേയർ ഒരു കാരണവശാലും ഞങ്ങളുടെ ഭരണകൂടം ഇത്തരം മാലിന്യം വലിച്ചെറിയുന്ന ദുഷ്ടശക്തികളുടെ കൂടെ നിൽക്കാത്തതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചവരാണ്. കർശനമായ നടപടി അങ്ങക്ക് ഉറപ്പ് തരികയാണ്. ഓക്കെ, താങ്ക് യു ശ്രീ PK രാജു. ആ ഉറപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.